ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അഹങ്കാരം അടിച്ചത് കൊണ്ടാണ്. അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അടിച്ചു. പെണ്ണിനെ തല്ലിയിട്ട് നീയൊക്കെ നെകളിക്കണ കാണിച്ചരാ. നീ 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 ഇവൻ 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 നീ നീ നിക്ക്. ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം. ഇത്രയും ഫാമിലി ആയിട്ട് ഞങ്ങളൊരു സന്തോഷകരമായ ഉല്ലാസയാത്ര പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് അത്രയും വിശപ്പായിട്ട് ഒരു സ്ഥലത്തും ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊരു മഹാറാണി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാലായിൽ വന്നപ്പോ ഒരു തട്ടുകട കണ്ടു. ആ തട്ടുകട കണ്ടപ്പോ ഞങ്ങൾ നിർത്തി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ. കുട്ടികളുണ്ടായിരുന്നു, വയസ്സായവരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വിശന്ന് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറാന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തി കയറിയതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു മൊത്തം. അപ്പൊ ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങളുടെ 5 ടേബിളിലായിട്ട് ഞങ്ങൾ ഇരുന്നു. ഫുഡ് വന്നതിൽ ബീഫ് എന്ന് പറയുന്ന സമയം ആദ്യം ദോശയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. അതിൽ ബീഫ് നമുക്ക് ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു, സ്മെല്ല് അടിച്ചായിരുന്നു. ആദ്യം ഒരു ബീഫ് റോസ്റ്റ് അത് തന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കി ബീഫ് ഫ്രൈ തന്നതിൽ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം സ്മെല്ല് നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ലോ. 1-2 കഷ്ണം കഴിച്ചപ്പോ തന്നെ നമുക്കത് അറിയാൻ പറ്റി. കുറച്ച് കേട് വന്നിട്ടുണ്ട്, അത് പഴകിയതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ ചെന്ന് ചോദ്യം ചെയ്തു. ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോ മാറ്റി ഹോട്ടലിന്റെ ഓണറടുത്ത് ഞാൻ മാറ്റിയിരുന്നു. ഞാൻ ചോദിച്ചു, ഈ ബീഫ് നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്, ഇതൊന്നും മാറ്റി തരാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും. അപ്പൊ അത് തട്ടിപ്പറിച്ച് എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, വേണമെങ്കിൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ, കാശൊന്നും തരണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. എന്നോട് 500 ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. എന്റെ കയ്യിൽ ഒരു പ്ലേറ്റ് ബീഫ് കിട്ടിയായിരുന്നു. അപ്പൊ ഞാനത് നൈസായിട്ട് നമ്മള് പോലീസ് വന്നിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചായിരുന്നു. സംഘർഷം തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. അപ്പൊ തന്നെ ആ പോലീസുകാർ പറഞ്ഞു, നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാനത് മാറ്റി വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഓടി വന്ന് എന്നെ തട്ടിപ്പറിച്ചെടുത്തിട്ട് വേറൊരു പയ്യന്റെ കൊടുത്തു വിട്ടിട്ട് എന്റെ കൊങ്ങ കയറി പിടിച്ച് എന്നെ തള്ളിയിട്ടു. എന്റെ പുറകിൽ നിന്ന് എന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പെട്ടെന്ന് അത് കണ്ട് പാനിക്കായി, അവൾക്ക് ശ്വാസം മുട്ട് വന്നു. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇതിപ്പോ സംസാരിച്ചത് ഡ്രൈവറാണ്, വണ്ടിയുടെ ഡ്രൈവർ. അത് പുള്ളി എന്റെ കയ്യിൽ തന്നു. അവര് വന്നത് കഴിച്ചോണ്ട് എന്റെ കയ്യിൽ നിന്ന് തട്ടി പ്ലേറ്റ് പിടിച്ച് പറിച്ചുകൊണ്ട് പോകായിരുന്നു. HDFC ബാങ്കിൽ CCTV ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞങ്ങള് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ആ സമയത്തായിരുന്നു ഒരു കുട്ടിക്ക് പാനിക്കായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ എല്ലാവരും നിൽക്കണായിരുന്നു. ആ കുട്ടീനെ തളർന്ന് വീഴുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി.